നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടിവെള്ളമില്ലാതെ ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ഷാർജ ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ പുസ്തക പ്രകാശനത്തിനെത്തിയ നാട്ടിക MLA CC മുകുന്ദന് തളിക്കുളം പ്രവാസി അസോസിയേഷൻ സ്വീകരണം നൽകി. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അഷ്ഫാഖിനെ മന്ത്രി ആർ ബിന്ദു വീട്ടിലെത്തി അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ജല അതോറിറ്റിയുടെ അനാസ്ഥ മൂലം 2 മാസത്തോളമായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ. കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയിലാണിവർ. പഞ്ചായത്തിലെ ചന്ദ്രാപിന്നി ചാമക്കാല റോഡിൽ ഓർമ്മ ബസ് സ്റ്റോപ്പിന് വടക്ക് ഭാഗത്തെ 40ഉം ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വടക്ക് ഭാഗത്തെ 7ഓളം വീടുകളിലുമാണ് കഴിഞ്ഞ 2 മാസമായി കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയുമില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങളെ വീട്ടിലെ വെള്ളം മഞ്ഞ കളറുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് ലൈൻ പൈപ്പ് എടുത്തത് വീട്ടിലെ ആവശ്യത്തിന്. അതിലിപ്പോൾ വെള്ളമില്ല. ഞങ്ങൾ റോട്ടിൽ നിന്നും വേറെ അകലെ കിണറുള്ള വീട്ടുകളിൽ പോയിട്ട് അവിടെ നിന്നൊക്കെയാണ് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ലൈനിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അസുഖം ഈ ഭാഗത്ത് വെള്ളത്തിന് ഞങ്ങളെ വെള്ളം പരിശോധിച്ചതിൽ കുടിക്കാൻ നല്ലതല്ല എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 മാസമായി വെള്ളം ഉണ്ടായിട്ട് പിന്നെ ഞങ്ങളെ വെള്ളം മോട്ടർ വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂല, ഉപ്പാണ്. പിന്നെ വെള്ളത്തിൻ്റെ കളറ് മാറി. ഞങ്ങൾക്ക് ആശുപത്രിയുടെ അവിടെ പോകണം വെള്ളം എടുക്കണമെങ്കിൽ. പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുഴൽക്കിണറുകളിൽ നിന്നുള്ള വെള്ളത്തിനെയും ആശ്രയിക്കുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. തീരപ്രദേശമായതിനാൽ കലങ്ങിയ വെള്ളമാണ് മിക്ക വീടുകളിലും ഇത്തരത്തിൽ ലഭിക്കുന്നത്. ഈ വെള്ളമാകട്ടെ ജലപരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുള്ളതുമാണ്. ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന പ്രായമായവരുൾപ്പെടെയുള്ളവർ ഈ കുടുംബങ്ങളിലുണ്ട്. അതിനാൽ കുടിവെള്ളക്ഷാമത്തോടൊപ്പം മലിനജല ഉപയോഗിക്കുന്നത് മൂലമുള്ള അസുഖങ്ങളും പ്രദേശത്ത് ഭീതി പരത്തുന്നുണ്ട്. അടുത്തടുത്തായി നിരവധി വീടുകളുള്ള പ്രദേശത്ത് പ്രധാന റോഡായ ചന്ദ്രാപിന്നി ചാമക്കാല റോഡിൽ നിന്ന് കോൺക്രീറ്റ് റോഡാണ് ഇവിടേക്കുള്ളത്. പ്രധാന റോഡിലെ പൈപ്പ് ലൈനുകളിൽ വെള്ളം ലഭിക്കുന്നുമുണ്ട്. അതിനാൽ കോൺക്രീറ്റ് റോഡിനടിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിന്റെ തകരാറാകാം കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് ജല അതോറിറ്റിയുടെ നിഗമനം. കോൺക്രീറ്റ് റോഡ് പൊളിച്ച് എവിടെയാണ് തകരാറെന്ന് ആദ്യം കണ്ടെത്താനാണ് പരാതിയുമായി എത്തുമ്പോൾ അധികൃതർ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടത്താമെന്നും മറ്റും വളരെ വിചിത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ജല അതോറിറ്റിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിനെ നേരിട്ട് വിളിച്ച് അവരോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് പിന്നെ അത് അവർ ഒരു നടപടിയും കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ നേരിട്ട് മെമ്പർ നിലയ്ക്ക് ഞാൻ നേരിട്ട് അവിടെ ചെന്ന് അതിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഉദ്യോഗസ്ഥന്മാരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ വന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞ് ഇത് പരിശോധന നടത്തിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. എന്നിട്ട് ഇത് നീണ്ട് പോയിട്ട് അതിന് ശേഷം ഞാനും എൻ്റെ സഹപ്രവർത്തകർ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ 4-5 പേര് ചെന്ന് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവരുടെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ കളക്ടർക്ക് പരാതി കൊടുക്കാൻ പോകും. ആയതിനാൽ വിഷയത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കാനായി കളക്ടർക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഷാർജ ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ പുസ്തക പ്രകാശനത്തിനെത്തിയ നാട്ടിക MLA CC മുകുന്ദന് തളിക്കുളം പ്രവാസി അസോസിയേഷൻ സ്വീകരണം നൽകി. കുടുംബസംഗമത്തിൽ പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചും തളിക്കുളം പ്രദേശത്തെ വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. രാഷ്ട്രീയ ജനപ്രതിനിധികൾക്ക് ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്വീകരണം സംഘടിപ്പിക്കാറുണ്ട്. മുകുന്ദേട്ടൻ ആദ്യമായിട്ടാണ് യുഎയിലെത്തുന്നത് എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ പ്രവാസി അസോസിയേഷൻ്റെ പേരിൽ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചർച്ച അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങൾ കൂടുതൽ എൻ്റെ പ്രസംഗത്തിന് ശേഷം ഒരു ചർച്ച ആവാം. നിങ്ങളുടെ ചർച്ച എത്ര നീണ്ടുപോയാലും നിങ്ങളുടെ കൂടെ ഞാൻ ആ ചർച്ച കേൾക്കാൻ ഇരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്നേഹതീരം ആദ്യം നമ്മുടെ അധ്യക്ഷൻ പറയേണ്ട സ്നേഹതീരം
ഇതൊരിക്കലല്ല. പ്രസിഡന്റ് ഇ കെ ബഷീർ അധ്യക്ഷനായി. തളിക്കുളം പ്രവാസി അസോസിയേഷൻ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗം ഇ വൈ സുധീർ, മുൻ പ്രസിഡന്റ് ദേവരാജൻ, ഫിറോസ് മുഹമ്മദ് അലി, എഴുത്തുകാരൻ ലാൽ കച്ചില്ലം, ബൈജു, ഷാനവാസ് ഹൈദർ എന്നിവർ സംസാരിച്ചു. അദ്ദേഹം ആകാവുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാ മേഖലകളും ചെയ്തതായിട്ട് വ്യക്തമായ തെളിവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തുടർന്നും ഇത്തരം സൽപ്രവൃത്തികളിൽ ഏർപ്പെടാനും സൗഭാഗ്യങ്ങൾ കൊണ്ടുപോകാനും അടുത്ത പ്രാവശ്യവും MLA ആവാനും മന്ത്രിയാവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വടക്കേക്കാരമംഗ സെയിന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ ദിവ്യബലി, തുടർന്ന് വിവിധ യൂണിറ്റുകളിലേക്ക് അമ്പുകൾ വെഞ്ചരിച്ച് നൽകൽ എന്നിവ നടത്തി. വൈകിട്ട് ലതിഞ്ഞ് നൊവേന, സന്ദേശം, കൂടുതുറക്കൽ ശുശ്രൂഷ, നേർച്ച എന്നിവയും ഉണ്ടായിരുന്നു. കണ്ടശങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ കാർമ്മികനായി. യൂണിറ്റുകളിൽ നിന്നുള്ള ആഘോഷമായ അമ്പ്, വള, എഴുന്നള്ളിപ്പ് രാത്രി 10 മണിക്ക് പള്ളി അങ്കണത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് റവറന്റ് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡിയോൺസ് കാട്ടിളപീടിക തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് ഫാദർ ജീൻ ചിറയത്ത കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടത്തി. രാത്രി 7 സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ ബാൻഡ് അവതരണവും ഉണ്ടായിരുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ പ്രതീഷ് കലറകൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് മ്യൂസിക് ഫ്യൂഷൻ നൈറ്റും ഉണ്ടായി. ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ NJ ആന്റണി, ജോയിന്റ് കൺവീനർ ജിൻസ് P ജോർജ്, ഇടവക പള്ളി കൈക്കാരന്മാരായ അരുൺ ദേവസി, ഗബ്രിയേൽ റപ്പായി, ബെന്നി വർക്കി എന്നിവർ നേതൃത്വം നൽകി. യുവകലാ സാഹിതി ഷാർജ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സ്മിനു സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവകലാ സാഹിതി UAE സംഘടനാ കമ്മിറ്റി സെക്രട്ടറി ബിൽസൺ തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് ചിതറ, കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ബിജു ശങ്കർ, മുൻ കോർഡിനേഷൻ സെക്രട്ടറി പ്രശാന്ത് ആലപ്പുഴ, അഭിലാഷ്, രഞ്ജിത്ത് സൈമൺ, സിബീസ്, ബൈജു, വനിതാ കലാസാഹിതി പ്രസിഡന്റ് അമൃത ഷൈൻ, രഘുനാഥ്, സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കലാസംസ്കാര രംഗങ്ങളൊക്കെ ഈ രംഗത്ത് പ്രവർത്തന താല്പര്യമുള്ളവരെ കൂട്ടിയോജിപ്പിച്ച് ഏത് മേഖലയിലേക്കാണ് ഈ രംഗത്ത് പ്രവർത്തനങ്ങളുമായി പരിശോധിച്ച് അവരുടെ കലാവാസനകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതിനോടൊപ്പം
യുവകലാസാഹിതി ഷാർജ യൂണിറ്റ് സെക്രട്ടറി പത്മകുമാർ, വനിതാ കലാസാഹിതി ട്രഷറർ ജുബി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് യുവകലാസാഹിതി, വനിതാ കലാസാഹിതി, ബാലകലാസാഹിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ MLA ആദരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരടന്റെ ഈ പ്രവർത്തന കാലയളവിലെ അവസാനത്തെ ഓണറേറിയം ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ ചേന്നങ്ങാട്ട് പുഷ്പ അമ്മയ്ക്ക് കൈമാറി. പുഷ്പ അമ്മയ്ക്ക് പൊന്നാടണിയിച്ച് ആദരവും അർപ്പിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് BDO രജികുമാർ, DO ദിവ്യ, VEO അനീഷ എന്നിവർ പങ്കെടുത്തു. മകൻ്റെ കരുതലോടെ കഴിഞ്ഞ 5 വർഷമായി ഒരു പരിലാളനം, ഒരു അമ്മയുടെ കരുതൽ പോലെ നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് ഇത്ര നാളും ഈ ഒരു 5 വർഷവും നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന പുഷ്പ അമ്മായിക്കാണ്. അത് ഈ മാസത്തെ സാലറി അമ്മായിക്ക് കൊടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിരവധി തവണ ആയി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് അവസാനത്തെ ഓണറേറിയമായി തന്നെ കൊടുക്കാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇത്രയും നാൾ 5 വർഷം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരു മകനോടെന്നതുപോലെ നമുക്ക് വേണ്ടി ചെയ്തു തന്ന പുഷ്പമ്മായിക്കാണ് ഞാൻ ഈ ഓണറേറിയം കൊടുത്തത്. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കോതകുളം ബീച്ച് സംസ്കാര വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. നവോത്ഥാനത്തിൽ നിന്ന് നവകേരളത്തിലേക്കെന്ന സന്ദേശമുയർത്തി വലപ്പാട് പഞ്ചായത്തിലെ 20 എഴുത്തുകാരെ പരിചയപ്പെടുത്തുകയും ആദരിക്കുകയും ചെയ്തു. എഴുത്തുകാരൻ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് മുഖ്യാതിഥിയായിരുന്നു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരനും പങ്കെടുത്തു. KG ശേഖരൻ, ഇമ ബാബു, നന്ദകുമാർ വലപ്പാട്, ലാൽ കച്ചിലം, സിനി ടീച്ചർ, ഷീജ രമേശ്, സലീം ചാമക്കാല, സുദീപ് ഒക്കാഞ്ചേരി, അനിത രഞ്ജിത്ത്, മുഹമ്മദ് അലി വലപ്പാട്, മിൻസു കഴിമ്പ്രം,
ബാബു കിളിയന്തറ, ബാപ്പു വലപ്പാട്, പ്രതാപൻ വള്ളുളിശ്ശേരി, സദു ഏങ്ങൂർ, നൌഷാദ് പാട്ടുകുളങ്ങര, പ്രജീഷ് കണ്ണൂർ തുടങ്ങിയ എഴുത്തുകാർ പങ്കെടുത്തു. മാപ്രാണത്ത് സുരേന്ദ്രന്റെ വീട്ടുമുറ്റത്ത് IP പുഷ്പമിത്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വായനശാല സെക്രട്ടറി സിദ്ധാർത്ഥ നൈനിക്കൽ, അരവിന്ദൻ കണക്കാട്ട്, സുജ രദീപ്, ശ്രീദേവി, മിനി, ശോഭ കരിപ്പാടത്ത്, ബിന്ദു TV, വനജ PC എന്നിവർ പങ്കെടുത്തു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുള്ള ഒരു പേര് ഇതുപോലെ കോലായ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു സംരംഭമുണ്ട്. അതന്ന് NP മുഹമ്മദ്, MT വാസുദേവൻ നായർ, ഇക്കോടിയൻ, അങ്ങനെ അവിടുത്തെ വളരെ കുലപതികളായ എഴുത്തുകാരുടെയൊക്കെ ഒരു സംരംഭമായിരുന്നു. കക്കാട് ഒക്കെ അതിനകത്ത് വളരെ സജീവമായിരുന്നു. കക്കാട് അങ്ങനെ ഒട്ടേറെ പേര് നമ്മൾ അതൊരു വലിയ സംരംഭമായിരുന്നു. ഒരു പറഞ്ഞ വരെ ഓരോ മാസവും ഒരു വീട്ടിൽ കൂടി ചേർന്നുകൊണ്ട് സാഹിത്യം, കവിത എല്ലാം കൂടി ചേർന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനം നടത്തി. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ അറബിക് LP ഓവറോൾ 2ാം സ്ഥാനവും, സംസ്കൃതോത്സവത്തിൽ UP ഓവറോൾ 2ാം സ്ഥാനവും, LP ജനറൽ 4ാം സ്ഥാനവും, LP അഗ്രിഗേറ്റിൽ 3ാം സ്ഥാനവും, പബ്ലിസിറ്റി കമ്മിറ്റി നടത്തിയ സെൽഫി വിത്ത് സ്റ്റാർ മത്സരത്തിൽ 1ാം സ്ഥാനവും, കലോത്സവ നിമിഷങ്ങൾ എന്ന മത്സരത്തിൽ 3ാം സ്ഥാനവും വിദ്യാലയം നേടുകയുണ്ടായി. കലോത്സവത്തിൽ പങ്കെടുത്ത വിജയിച്ച വിദ്യാർത്ഥികളെ അസംബ്ലിയിൽ വെച്ച് ആദരിച്ചു. പ്രധാനാധ്യാപിക CJ ജെനി ടീച്ചർ, കലോത്സവം കൺവീനർമാരായ ജിഷി ടീച്ചർ, റോസ്മേരി ടീച്ചർ, ശ്രീദേവി ടീച്ചർ, റസിയ എന്നിവർ സംസാരിച്ചു. 2025-26 അധ്യയന വർഷത്തിലെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ സബ് ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിനെ സംസ്കൃത വിഭാഗത്തിലും UP സംസ്കൃത വിഭാഗത്തിലും LP അറബിക് വിഭാഗത്തിലും നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിഞ്ഞു. 2ാം സ്ഥാനമാണ് രണ്ടിലും കിട്ടിയത്. മാത്രമല്ല അഗ്രിഗേറ്റ് വിഭാഗത്തിൽ UP സംസ്കൃതം പ്ലസ് അറബിക്ക് ആൻഡ് ജനറൽ വിഭാഗത്തിൽ നമ്മൾ അഗ്രിഗേറ്റ് വിഭാഗത്തിൽ നമ്മൾ 3ാം സ്ഥാനത്തേക്കാണ് ആയത്. പിന്നെ നമ്മൾക്ക് LP വിഭാഗത്തിൽ ജനറൽ വിഭാഗത്തിൽ 4ാം സ്ഥാനം, ഒരു പോയിന്റിനാണ് 4ാം സ്ഥാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല വിവിധ ഇനങ്ങളിലായിട്ട് നമുക്ക് 1ാം സ്ഥാനം നേടാനും A ഗ്രേഡുകൾ നേടാനും സാധിച്ചിട്ടുണ്ട്. SNDP യോഗം കയ്പമംഗലം ദേവമംഗലം ശാഖ വാർഷിക സമ്മേളനവും ശ്രീനാരായണ കലോത്സവവും സംഘടിപ്പിച്ചു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് TV വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി TS പ്രദീപ് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ, സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, യോഗം കൗൺസിലർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി ശ്രീജ മൗസ്മി, വൈസ് പ്രസിഡന്റ് KR സത്യൻ, ദേവമംഗലം ക്ഷേത്ര മേൽശാന്തി സനു, ശങ്കരനാരായണൻ, ശശി മുതിരപ്പറമ്പിൽ, മനോഹരൻ കുറ്റിക്കാട്ട്, CK രാമു, രാജി ശ്രീധരൻ, ഇന്ദിര രാജഗോപാൽ, കൈരളി വത്സൻ, ഗീത സതീഷ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മത്സര വിജയികൾക്ക് ഉപഹാരവും നൽകി. ശാഖയിലെ കുടുംബങ്ങൾക്ക് അരി വിതരണം ഉണ്ടായിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ദേവമംഗലം ശാഖ എന്ന് പറഞ്ഞാൽ നാട്ടിക യൂണിയൻ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ശാഖയാണ്. ദേവമംഗലം ശാഖയിൽ ഞങ്ങൾ ഈ നാട്ടിക യൂണിയൻ രൂപീകരിച്ചിട്ട് ആദ്യമായിട്ട് വരുന്നത് അന്നത്തെ ശാഖയുടെ എല്ലാമായിരുന്ന രാമകൃഷ്ണൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് രാമകൃഷ്ണൻ ചേട്ടൻ്റെ ശാഖ എന്നാണ് ദേവമംഗലം ശാഖയെ പറ്റി പറയുമ്പോൾ പറയാം. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ ശാഖയുമായിട്ടുള്ള വളരെ ആത്മബന്ധം യൂണിയൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരിപൂർണമായിട്ടും ശാഖ ഞങ്ങളുടെ ഇന്നത്തെ ഈ കമ്മിറ്റിയോടൊപ്പം നിന്ന ശാഖ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും
യൂണിയൻ പറയുന്ന എല്ലാ പരിപാടികളും വളരെ ആത്മാർത്ഥമായി സജീവമായി നിറസാന്നിധ്യത്തോടു കൂടി തന്നെ ദേവമംഗല ശാഖ യൂണിയനുമായി സഹകരിച്ചു പോകുന്ന ശാഖയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നാട്യ യൂണിയനിൽ നമ്മൾക്ക് 44 ശാഖകളുണ്ടെങ്കിലും ഇതുപോലെ വാർഷികാഘോഷം നടത്തുന്ന ഒരേ ഒരു ശാഖ നാട്യ യൂണിയൻ ദേവമംഗല ശാഖ മാത്രമാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കി. കാരണം ഇതുപോലെ പന്തലിട്ട് ഉച്ചഭക്ഷണം അടക്കം കുട്ടികളെ മുഴുവനും അനുമോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് 1 സ്വർണവും 2 വെള്ളിയും കരസ്ഥമാക്കിയ മുഹമ്മദ് അഷ്ഫാഖിനെ മന്ത്രി ആർ ബിന്ദു വീട്ടിലെത്തി അനുമോദിച്ചു. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നടന്ന സോൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 20 വയസ്സിന് താഴെയുള്ളവരുടെ 400 മീറ്റർ ഓട്ട മത്സരത്തിലാണ് മുഹമ്മദ് അഷ്ഫാഖ് ഗോൾഡ് മെഡൽ നേടിയത്. തന്റെ കഴിഞ്ഞ റെക്കോർഡ് തിരുത്തി 47.3 സെക്കൻഡ് കൊണ്ടാണ് ഈ മിടുക്കൻ ഗോൾഡ് മെഡൽ നേടിയത്. 2024 സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ തന്റെ തന്നെ സ്ഥാപിച്ച റെക്കോർഡ് 47.65 സെക്കൻഡ് മറികടന്നാണ് അഷ്ഫാഖ് തന്റെ പുതിയ റെക്കോർഡ് സമയം കുറിച്ചത്. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ പങ്കെടുത്ത മുഹമ്മദ് അഷ്ഫാഖിന് വെള്ളി മെഡലും നേടാനായി. 18-കാരനായ അഷ്ഫാഖിന്റെ ആദ്യ വ്യക്തിഗത ഇന്റർനാഷണൽ മെഡലായിരുന്നു ഇത്. 400 മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലും പ്രായം കുറഞ്ഞ അഷ്ഫാഖ് ഉൾപ്പെട്ടിരുന്നു. ഭുവനേശ്വറിൽ നടന്ന ദേശീയ ജൂനിയർ മീറ്റിലും അഷ്ഫാഖ് സ്വർണം നേടിയിരുന്നു. ഈ പ്രകടനത്തോടെ അടുത്ത വർഷം നടക്കുന്ന ഏഷ്യൻ ജൂനിയർ മീറ്റിനും ലോക ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനും അഷ്ഫാഖ് യോഗ്യത നേടിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ മാത്രമല്ല ഇന്റർനാഷണൽ തലത്തിലും സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇതേ ഇനങ്ങൾക്ക് തന്നെ നേട്ടങ്ങൾ ആർജിച്ച് മെഡലുകൾ നേടിയിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ളത് നാടിനേറെ അഭിമാനം പകരുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം സ്കൂൾ ഗെയിംസിൽ ചാമ്പ്യനുമായിരുന്നു. ഇനിയും ഭാവിയിൽ ഒട്ടേറെ കായിക വേദികളിൽ മികവ് തെളിയിക്കാനാകട്ടെ എന്ന നിറഞ്ഞ ഹൃദയത്തോടെ ആശംസിക്കുകയാണ്. കായിക കേരളത്തിനും ഭാരതത്തിനും അഭിമാന താരമായിട്ട് നാളെ വിശാല ആകാശങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രമായി തീരണം. എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും രേഖപ്പെടുത്തും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര അത്ലറ്റിക് മീറ്റിലും അഷ്ഫാഖ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. തിരുവനന്തപുരം GV രാജ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അഷ്ഫാഖ് ക്യാപ്റ്റൻ അജിമോന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ അഷറഫ് ജസി ദമ്പതികളുടെ 3 മക്കളിൽ ഇളയവനാണ് മുഹമ്മദ് അഷ്ഫാഖ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച സർദാർ ഫസ്റ്റ് റീച്ച് റോഡിന്റെ ഉദ്ഘാടനം നടത്തി. DT ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 77 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. കണ്ണമ്പള്ളിപ്പുറം വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ DT ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൗമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, PA ഷമീർ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളമില്ലാതെ ചാമക്കാലയിലെ 47ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. ഷാർജ ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ പുസ്തക പ്രകാശനത്തിനെത്തിയ നാട്ടിക MLA CC മുകുന്ദന് തളിക്കുളം പ്രവാസി അസോസിയേഷൻ സ്വീകരണം നൽകി. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അഷ്ഫാഖിനെ മന്ത്രി ആർ ബിന്ദു വീട്ടിലെത്തി അനുമോദിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.